ഹൈ ഓൾ ഐ പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ജൂനിയർ കെമിസ്റ്റ് പരീക്ഷയുടെ സിലബസ് ആണ്. ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പരീക്ഷാ തീയതി വന്നിട്ടുണ്ട്. ജൂനിയർ കെമിസ്റ്റ് മൈനിങ് ആൻഡ് ജിയോളജി എന്നുള്ള പരീക്ഷയുടെ പരീക്ഷാ തീയതി വന്നിട്ടുണ്ട്. ജനുവരി 20-ാം തീയതി, അതായത് 2026 ജനുവരി 20-ാം തീയതിയാണ് ഈ പരീക്ഷ നടക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ജൂനിയർ കെമിസ്റ്റ് ഇൻ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അതിന്റെ കാറ്റഗറി നമ്പർ 278/2024 എന്നുള്ളതാണ്. അതുകൂടാതെ അസിസ്റ്റന്റ് കൺസർവേഷൻ ഓഫീസർ ഇൻ സ്റ്റേറ്റ് ആർക്കൈവ്സ് എന്നുള്ള ഒരു പരീക്ഷയുണ്ട്. അത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് ഈ രണ്ട് തസ്തികയിലേക്കൂടെ ഒറ്റ പരീക്ഷയാണ് നടക്കുന്നത്. ഒരേ സിലബസ് ആണ്. അതായത് 186/2025 എന്നുള്ള കാറ്റഗറി നമ്പറിലുള്ള പോസ്റ്റിലേക്കും 278/2024 എന്നുള്ള കാറ്റഗറി നമ്പറിലേക്കുള്ള പോസ്റ്റിലേക്കും ഒറ്റ പരീക്ഷയാണ്. കെമിസ്ട്രിയിൽ PG ഉള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഇത് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ സിലബസ് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 100 മാർക്കിന്റെ പരീക്ഷയാണ്. അപ്പൊ അതിന് മുന്നേ പറയട്ടെ, I+ ഈ പരീക്ഷയ്ക്കായിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. I+ന്റെ ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് ഇപ്പോൾ വളരെ ചെറിയ ഫീസിൽ എൻറോൾ ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് I+ന്റെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിന്റെ സിലബസ് നോക്കാമെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ ഇനോർഗാനിക് കെമിസ്ട്രി 1 ആണ്. ഇനോർഗാനിക് കെമിസ്ട്രിയുടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു PG ലെവൽ എക്സാം ആണ്. അപ്പോൾ ആ ലെവലിൽ തന്നെയാണ് ഇതിന്റെ സിലബസ് വന്നിട്ടുള്ളത്. അങ്ങനെ വേണം നമ്മുടെ പഠനവും. സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ്ങോ, മോളിക്യൂൾസ് തുടങ്ങി ബേസിക്സ് തുടങ്ങി കുറെ കാര്യങ്ങൾ ഇനോർഗാനിക് കെമിസ്ട്രി 1 എന്നുള്ള രീതിയിൽ പഠിക്കാനുണ്ട്. അതിന്റെ ബാക്കി ഇനോർഗാനിക് കെമിസ്ട്രി 2 എന്നുള്ള രീതിയിൽ അടുത്ത മൊഡ്യൂളായിട്ട് 10 മാർക്കിന് കൊടുത്തിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ഓഫ് എനർജി ലെവൽ ഡയഗ്രാംസ്, കോറിലേഷൻ ഡയഗ്രാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് വിശദമായ സിലബസ് നിങ്ങൾക്ക് PSCയുടെ പരീക്ഷാ കലണ്ടറിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. കൂടാതെ I+ന്റെ കോഴ്സിലും അവൈലബിൾ ആണ്. സിലബസ് കുറച്ച് വാസ്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ ഇനോർഗാനിക് കെമിസ്ട്രി 3, അതിനും 10 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ തന്നെ പല ഭാഗങ്ങൾ നമ്മൾ പല മൊഡ്യൂളുകളാക്കി ഇവർ തിരിച്ച് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. കോർഡിനേഷൻ നമ്പർ ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ ക്രിസ്റ്റൽ ലാറ്റിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതൊക്കെ മൊഡ്യൂൾ 3 ഇൻക്ലൂഡഡ് ആണ്. മൊഡ്യൂൾ 4 വരുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് വരും. അപ്പൊ ഇനോർഗാനിക് കെമിസ്ട്രി 30 മാർക്കിനുണ്ട് 3 മൊഡ്യൂളായിട്ട്. അടുത്തതായിട്ട് ഓർഗാനിക് കെമിസ്ട്രിയാണ്. ഓർഗാനിക് കെമിസ്ട്രി 1 എന്നുള്ളത് 10 മാർക്കിന് നമ്മുടെ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, അത്തരം ബേസിക്സിൽ തുടങ്ങി കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. ഓർഗാനിക് കെമിസ്ട്രിയുടെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കയറി വരുന്നുണ്ട്. റിയാക്ഷൻസ്, മറ്റ് സംഭവങ്ങളും ഒക്കെ. ഓർഗാനിക് കെമിസ്ട്രി 2 ആണ് മൊഡ്യൂൾ 5. അതിനും 10 മാർക്കുണ്ട്. പല മെക്കാനിസംസ് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് അവർ പറയുന്നുണ്ട്. കെമിസ്ട്രി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു PG ലെവലിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. മൊഡ്യൂൾ 6 ഓർഗാനിക് കെമിസ്ട്രി 3, അതിനും 10 മാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ കെമിക്കൽ പ്രോസസ്സ്, സിംഗ്ലറ്റ് ആൻഡ് ട്രിപ്ലറ്റ് സ്റ്റേറ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, എനർജി ട്രാൻസ്ഫർ, കോറിലേഷൻ ഡയഗ്രാം തുടങ്ങിയ സ്റ്റീരിയോ കെമിസ്ട്രി ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ദെൻ അത് 3 മൊഡ്യൂളുകൾ അതിലേക്ക് വന്നു. അങ്ങനെ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ 3 മൊഡ്യൂളുകൾ, ഓർഗാനിക് കെമിസ്ട്രിയുടെ 3 മൊഡ്യൂളുകൾ. അടുത്തതായിട്ട് ഫിസിക്കൽ കെമിസ്ട്രി ആണ്. 10 മാർക്കിന് ഫിസിക്കൽ കെമിസ്ട്രി നമുക്ക് പഠിക്കാനുണ്ട്. മാക്സ്വെൽസ് ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ തുടങ്ങിയ കാര്യങ്ങൾ, ക്രിസ്റ്റൽ സിമെട്രി, ക്രിസ്റ്റൽ ഡിഫക്ട്സ്, തെർമോഡൈനാമിക്സ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ദെൻ ഫിസിക്കൽ കെമിസ്ട്രി 2 ആണ് 8ാമത്തെ മൊഡ്യൂളായിട്ട് കൊടുത്തിട്ടുള്ളത്. സെം, ടെം, ECSA അനാലിസിസ്, അതുമായി ബന്ധപ്പെട്ട സ്പെക്ട്രോസ്കോപ്പി, ഇലക്ട്രോ കെമിസ്ട്രി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിസിക്കൽ കെമിസ്ട്രി മൊഡ്യൂളിനകത്ത് കയറി വരുന്നുണ്ട്. ദെൻ 9ാമത്തെ മൊഡ്യൂളായിട്ട് ഫിസിക്കൽ കെമിസ്ട്രി 3 ക്ലാസിക്കൽ മെക്കാനിക്സ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡി ബ്രോഗ്ലി ഇക്വേഷൻസ്, റിലേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ദെൻ 10ാമത്തെ മൊഡ്യൂളായിട്ട് അനലിറ്റിക്കൽ എൻവയോൺമെന്റൽ മെറ്റീരിയൽ ആൻഡ് സുപ്രാ മോളിക്കുലർ കെമിസ്ട്രി ആണ് 10ാമത്തെ മൊഡ്യൂളായിട്ട് 10 മാർക്കിന് വരുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആകെ 10 മൊഡ്യൂൾ ഉള്ളതിൽ ആദ്യത്തെ 3 മൊഡ്യൂൾ ഇനോർഗാനിക്, പിന്നീട് ഓർഗാനിക്, പിന്നീട് 3 മൊഡ്യൂൾ ഫിസിക്കൽ കെമിസ്ട്രി, അവസാനമായിട്ട് അനലിറ്റിക്കൽ എൻവയോൺമെന്റൽ സുപ്രാ മോളിക്കുലർ കെമിസ്ട്രി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മുടെ സയന്റിഫിക് ഓഫീസർ സിലബസുമായിട്ടൊക്കെ ഏകദേശം സമാനമായ സിലബസ് തന്നെയാണ്. സയന്റിഫിക് ഓഫീസർ പരീക്ഷയ്ക്കൊക്കെ പഠിച്ചവർക്ക് ആ പഠനം ഇതിലേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. സയന്റിഫിക് ഓഫീസർ പരീക്ഷയ്ക്ക് ഒരുപാട് റാങ്കുകൾ നേടിയ I+ന്റെ ഷോർട്ട് ലിസ്റ്റിലൊക്കെ ഒരുപാട് കുട്ടികൾ വന്നിട്ടുള്ള I+ന്റെ അതേ നിലവാരമുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്കായിട്ടും ജൂനിയർ കെമിസ്ട്രി പരീക്ഷയ്ക്കായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ ചാനലിൽ തന്നെ ജൂനിയർ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കണ്ടന്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇതേ സിലബസിന്റെ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള അനാലിസിസ്, എങ്ങനെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോകളിലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക, വർക്ക് ചെയ്താൽ. ജനുവരി 20-ാം തീയതിയാണ് പരീക്ഷ. നമ്മുടെ മുന്നിൽ 2.5 മാസം ഇനിയുമുണ്ട്. കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.